വെൽക്കം ബാക്ക് ടു സുധീസ് Cookhouse. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമായിട്ടുള്ള ഡോണറ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഡോണറ്റ് തന്നെയാണ് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. അപ്പം നമുക്ക് ഒട്ടും താമസിയാതെ തന്നെ റെസിപ്പിയിലേക്ക് കിടക്കാം. ഡോണറ്റ് തയ്യാറാക്കുന്നതിൻ്റെ ആദ്യ സ്റ്റെപ്പായിട്ട് നമ്മൾ ഈസ്റ്റ് പുളിപ്പിച്ചെടുക്കുക. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 1 ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ്. നിങ്ങളുടെ കയ്യിൽ നോർമൽ ഈസ്റ്റാണ് ഇരിക്കുന്നതെങ്കിലും അത് ഉപയോഗിക്കാവുന്നതാണ്. അതിനുശേഷം നമ്മൾ 1 ടീസ്പൂൺ പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഈസ്റ്റ് പുളിക്കുന്നതിനായിട്ട് 1/2 കപ്പ് ചെറു ചൂട് പാൽ ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് ചൂടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈസ്റ്റ് പൊങ്ങി വരത്തില്ല. ഇനി ഇതൊന്ന് നല്ലതായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ റാപ്പർ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ ഒന്ന് മൂടി വയ്ക്കാം. എന്നിട്ടൊരു 10 മിനിറ്റ് നേരം നമ്മളിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഇപ്പോൾ റാപ്പർ ഇല്ലയെന്നുണ്ടെങ്കിലും നിങ്ങൾ എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു പാത്രം ഉപയോഗിച്ചിട്ട് നമ്മളൊന്ന് മൂടി വെച്ചാലും മതിയാകും. റാപ്പർ തന്നെ വേണമെന്ന് നിർബന്ധമില്ല. ഇനി ഈസ്റ്റ് പൊങ്ങാനായിട്ടൊരു 10 മിനിറ്റ് നേരം വെയിറ്റ് ചെയ്യണം. ഈസ്റ്റ് പൊങ്ങാതെ മാവ് കുഴച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ചില സമയത്ത് ഡോണറ്റ് കറക്റ്റായിട്ട് ആ കൺസിസ്റ്റൻസിയിൽ തന്നെ കിട്ടത്തില്ല. ഇപ്പോൾ ഒരു 10 മിനിറ്റ് നേരം കഴിഞ്ഞിട്ടുണ്ട്. നമ്മളുടെ ഈസ്റ്റിൻ്റെ നമ്മൾ മൂടി വെച്ചിരിക്കുന്ന റാപ്പർ ഒന്ന് മാറ്റി കൊടുക്കാം. ഈസ്റ്റ് നല്ലതായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമ്മളൊരു സ്പൂൺ ഉപയോഗിച്ച് ഇതിനെ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പം നിങ്ങൾക്ക് കാണാൻ തന്നെ പറ്റും ഈസ്റ്റൊക്കെ നല്ലതായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പം നല്ലതായിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുക. അടുത്തതായിട്ട് റൂം ടെമ്പറേച്ചറിലുള്ള ഒരു മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. കോഴിമുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഒരു കോഴിമുട്ട നമ്മൾ ഇതിലേക്ക് പൊട്ടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫ്രിഡ്ജിലിരിക്കുന്ന മുട്ടയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് നേരം പുറത്ത് വെച്ചിട്ട് വെള്ളത്തിലോ വല്ലതും ഇട്ട് വെച്ചിട്ട് അതിൻ്റെ തണുപ്പ് കളഞ്ഞതിന് ശേഷം വേണം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. മുട്ട ചേർത്തതിന് ശേഷം നമ്മളൊന്ന് ഇതിൻ്റെ കൂട്ടത്തിൽ നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഈ വാനില എസൻസൊക്കെ ചേർക്കുന്നത് കൊണ്ട് തന്നെ ഈ മുട്ടയുടെ ഒരു സ്മെല്ലൊന്നും ഉണ്ടാവത്തില്ല. ചില ആൾക്കാർക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടാകും, നമ്മൾ മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട് ബീറ്റ് ചെയ്യുന്നില്ല കറക്റ്റായിട്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡോണറ്റിന് മുട്ടയുടെ ഒരു സ്മെല്ല് വരുമോ എന്നുള്ളൊരു സംശയം ചില ആൾക്കാർക്കെങ്കിലും ഉണ്ടാകും. അങ്ങനെ മുട്ടയുടെ സ്മെല്ലൊന്നും വരത്തില്ല. അങ്ങനെ മുട്ടയും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു നുള്ളി ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് മൈദയാണ്. 2 കപ്പ് മൈദയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. എൻ്റെ കപ്പിൻ്റെ അളവ് 250 ml ആണ്. ആ കപ്പിന് 2 കപ്പ് മൈദ നമ്മൾ തികച്ചും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ മുട്ടയുടെ വലുപ്പത്തിനനുസരിച്ചിട്ട് നമ്മുടെ മൈദയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് മാറ്റം വരാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ഈ മൈദ ചേർത്തതിന് ശേഷം നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ പൊടിക്കാതെ തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ ബട്ടർ ചേർത്ത് കൊടുക്കുക. ഞാനൊരു 2.5 ടേബിൾ സ്പൂൺ ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. അൺസോൾട്ടഡ് ആണ്, അതായത് കുക്കിംഗ് ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നമ്മൾ ചേർക്കുന്നതിന് ഒരു 10 മിനിറ്റ് മുന്നേ നമ്മളൊന്ന് ഫ്രിഡ്ജിൽ നിന്ന് വെളിയിലെടുത്ത് വെച്ചതിന് ശേഷം നമ്മൾ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമ്മൾ ഈ ബട്ടർ ഈ മൈദയിലേക്കൊന്ന് ഞെരടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഈ ബട്ടറൊക്കെ ഒന്ന് മെൽറ്റായി വരുമ്പോൾ തന്നെ നമ്മുടെ മൈദ ഒന്ന് ലൂസായിട്ട് വരും, നമ്മുടെ മാവൊന്ന് ലൂസായിട്ട് വരും. നമ്മൾ ചേർത്ത് കൊടുക്കുന്ന മുട്ടയുടെ അളവിനനുസരിച്ച്, അതായത് മുട്ടയുടെ വലിപ്പത്തിനനുസരിച്ച് നമ്മുടെ മാവ് ലൂസ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂൺ മാവും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്, ആ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസി കിട്ടാൻ വേണ്ടിയിട്ട്. നമുക്ക് ചപ്പാത്തീനെക്കാട്ടിലും കുറച്ചും കൂടി ഒന്ന് ലൂസായിരുന്നാൽ മതി. നമ്മൾ നല്ലതായിട്ട് കുഴച്ചെടുക്കണം. അങ്ങനെ നല്ലതായിട്ട് കുഴച്ചിട്ട് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് മാവ്. നിങ്ങൾക്ക് കൗണ്ടർ ടോപ്പിലിട്ടും ചെയ്തെടുക്കാവുന്നതാണ്. ഞാൻ പാത്രത്തിൽ തന്നെയാണ് ചെയ്തെടുത്തത്. അപ്പം നമ്മൾ ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്തിട്ട് മാവ് നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാനായിട്ടാണ് പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ കുറച്ച് ഓയിൽ കയ്യിൽ തടവിയിട്ട് വേണം നമ്മളൊന്ന് റൗണ്ട് ചെയ്ത് വെക്കാനായിട്ട്, അല്ലെങ്കിൽ ചിലപ്പം കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന ഒരു ചാൻസ് ഉണ്ടാവും. അപ്പം പുറത്തും വേണമെങ്കിൽ ചെറുതായിട്ടൊന്ന് നമുക്ക് എണ്ണ തടവി കൊടുക്കാവുന്നതാണ്. അപ്പം നമുക്ക് ആ ഡ്രൈ ആകുന്നത് അവോയ്ഡ് ചെയ്യാൻ പറ്റും. വീണ്ടും നമ്മളൊന്ന് ഒരു റാപ്പർ ഉപയോഗിച്ചിട്ടൊന്ന് മൂടി വയ്ക്കുക. ഇങ്ങനെ മൂടി വെച്ചതിന് ശേഷം നമ്മളൊരു 2 മണിക്കൂർ ഒക്കെ വേണ്ടി വരും. എനിക്ക് 1 മണിക്കൂർ വേണ്ടി വന്നതേ ഉള്ളൂ ശരിക്കും ഇത് പൊങ്ങി വരാനായിട്ട്. ഇത് ഡബിൾ സൈസിൽ മാവ് വരണം. മാവ് പൊങ്ങുന്നതിൻ്റെ ആ ഒരു ടൈം എന്ന് പറയുന്നത് ഓരോ സ്ഥലത്തെ ടെമ്പറേച്ചറും അതുപോലെ തന്നെ നമ്മുടെ ഈസ്റ്റിൻ്റെ ഒരു പെർഫോമൻസ് അനുസരിച്ചിട്ടും ആയിരിക്കും. 1 മണിക്കൂർ മുതൽ 3 മണിക്കൂർ വരെ സമയമെടുക്കും നമ്മുടെ മാവ് പൊങ്ങി വരാനായിട്ട്. എനിക്ക് കറക്റ്റ് 1 മണിക്കൂറാണ് വേണ്ടി വന്നത്.
1 മണിക്കൂറിന് ശേഷം ഞാൻ വെച്ചിരുന്ന മാവ് ഏകദേശം ഡബിൾ സൈസിലേക്ക് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ആ റാപ്പറൊക്കെ ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട്, ആ ഒരു എയർ പിടിച്ചിട്ട് ആ ഒരു പ്രഷർ കൊണ്ടിട്ട്. അപ്പോൾ നമുക്ക് റാപ്പർ മാറ്റിയതിന് ശേഷം നമുക്ക് ഒന്നും കൂടെ ഒന്ന് നല്ലതായിട്ട് കുഴച്ചെടുക്കണം. അപ്പം നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഈ പാത്രത്തിൽ തന്നെ വെച്ചിട്ടാണ് കുഴച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് വേണമെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ്. ഏകദേശം ഒരു 5 മിനിറ്റ് നേരത്തോളം മാവ് കുഴച്ചതിന് ശേഷം മാവിനെ ഞാൻ ചപ്പാത്തി പലകയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി പരത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എൻ്റെ ഈ ഫുൾ മാവ് എനിക്ക് ഒരുമിച്ച് പരത്തിയെടുക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഞാൻ 2ആയിട്ട് പരത്തിയെടുക്കാനായിട്ടാണ് പോകുന്നത്. അതിനായിട്ട് ഞാൻ പകുതിയായിട്ട് മാവ് എടുക്കുകയാണ്. ആദ്യം പകുതി മാവ് നമ്മളിങ്ങനെ പരത്തിയിട്ട് നമ്മൾ ഡോണറ്റിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാൻ പോവുകയാണ്. അതിനായിട്ട് മാവ് ഒന്നും കൂടെ നമ്മൾ ഈ ചപ്പാത്തിക്കൊക്കെ പരത്തുന്നതിന് മുമ്പ് ഉരുട്ടുന്ന പോലെ ഒന്ന് ഉരുട്ടിയിട്ട് നമ്മൾ ഇത് ചപ്പാത്തി പലകയിലേക്ക് വെച്ച് കൊടുക്കുക. അതിലേക്ക് കുറച്ച് മൈദാപ്പൊടി ചേർത്ത് കൊടുക്കുക. കുറച്ച് മതി, ഒരുപാട് ആവണ്ട. എന്നിട്ട് തിരിച്ചും മറിച്ച് വിട്ടിട്ട് 2 സൈഡിലും ആ പൊടി ഒന്ന് പരത്തി കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ചപ്പാത്തി പരത്തുന്ന തടി ഉപയോഗിച്ച് നമ്മളൊന്ന് പരത്തി കൊടുക്കുക. മാവ് പരത്തുന്ന സമയത്ത് ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് തിരിച്ച് മറിച്ച് വിട്ടിട്ട് നമ്മൾ പരത്തി കൊടുക്കണം. നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തുന്നത് പോലെ തന്നെയാണ്. പരത്തുമ്പോൾ ഒരുപാട് കട്ടി കൂടുതലായിട്ടോ ഒരുപാട് കട്ടി കുറവായിട്ടോ നമ്മൾ ചെയ്യേണ്ട, ഒരു മീഡിയം സൈസിൽ ചെയ്തെടുക്കുക. അതിനുശേഷം പോലെ ഒരു അടപ്പ് ഉപയോഗിച്ചിട്ട് നമ്മളൊന്ന് വലിയ റൗണ്ട് കട്ട് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ ഡോണറ്റ് കട്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇല്ലയെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. ഇതുപോലെ വലിയൊരു അടപ്പ് ഉപയോഗിച്ച് നമ്മൾ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നടുക്കലത്തെ ഹോൾ ഇടാനായിട്ട് ഇതുപോലെ ഒരു ചെറിയ അടപ്പ് കൂടെ എടുക്കുക. എന്നിട്ട് അതിൻ്റെ നടുക്ക് വെച്ചിട്ട് ഒരു ചെറിയ ഹോളും കൂടെ ഇട്ട് കൊടുക്കുക. അങ്ങനെ നമുക്ക് കറക്റ്റ് ഷേപ്പിൽ തന്നെ ഡോണറ്റ് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇത് വളരെ സിമ്പിളാണ്. ഇതുപോലെ തന്നെ ബാക്കിയിരിക്കുന്ന മാവും നമുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാനിവിടെ കുറച്ചേ കാണിക്കുന്നുള്ളൂ. ഇനി നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ടാണ് പോകുന്നത്. ഡോണറ്റ് ഫ്രൈ ചെയ്യാനായിട്ട് ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് തീ ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഓരോരോ പീസസ് ആയിട്ട് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാനായിട്ട് ഒരെണ്ണം മാത്രം ഇട്ടിട്ടാണ് ചെയ്യുന്നത്. ഇട്ടതിന് ശേഷം എണ്ണ കോരി ഒഴിച്ചിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് കൊടുക്കുക. തീ മീഡിയത്തിലാക്കിയിട്ടിട്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അപ്പോൾ ഇതുപോലെ ഒരു ഗോൾഡൻ കളർ ആകുമ്പോഴത്തേക്ക് നമുക്ക് എടുക്കുക. നമ്മൾ കോരി ഇട്ടതിന് ശേഷം കുറച്ചും കൂടെ ഒരു കളർ ഇതിന് വരും. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയമാകുമ്പോൾ എടുക്കണം. അപ്പോൾ ഈ എടുക്കുന്ന സമയത്തൊന്ന് തീ കൂട്ടി വെച്ചെടുക്കുക. അപ്പോൾ എണ്ണ പിടിക്കാതെ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ ഡോണറ്റ് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമ്മൾ ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കണം. മീഡിയം സൈസിൽ മാവ് കട്ട് ചെയ്തത് കൊണ്ട് തന്നെ നമുക്ക് ഉൾവശമൊക്കെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അങ്ങനെ എല്ലാ ഡോണറ്റും ഇവിടെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ സോഫ്റ്റുമാണ്. അതുപോലെ തന്നെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റിലുമാണ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ അത്യാവശ്യം മധുരം ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഇങ്ങനെ തന്നെ കഴിക്കാവുന്നതുമാണ്. അല്ലാണ്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ടോപ്പിംഗ് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോക്ലേറ്റോ വൈറ്റ് ചോക്ലേറ്റോ അതുപോലെ തന്നെ നമുക്ക് ഷുഗർ സിറപ്പിൻ്റെ ടോപ്പിങ്ങോ എന്ത് വേണമെങ്കിലും ചെയ്ത് ഇത് കഴിക്കാവുന്നതാണ്. ഉൾവശമൊക്കെ നല്ല സോഫ്റ്റായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ആ ഒരു ബണ്ണിൻ്റെ ആ ഒരു ടെക്സ്ചർ കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ വളരെ സോഫ്റ്റാണ്. വായിലിടുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു കറക്റ്റ് ആ സോഫ്റ്റ്നെസ് നമുക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പം ഞാനിവിടെ ഒരു ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ടോപ്പിങ്ങും അതുപോലെ തന്നെ ഷുഗർ സിറപ്പിൻ്റെ ടോപ്പിങ്ങുമാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടോപ്പിംഗ് ചെയ്തിട്ട് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇനി ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം അടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. എങ്കിൽ നമുക്ക് മറ്റൊരു നല്ല വീഡിയോയിൽ കാണാം. അതുവരേക്കും ബായ്.